എണ്ണയില്ലാതെ വറുത്തെടുത്ത നല്ല സൂപ്പർ അയല ഫ്രൈ ആണ് ഇത്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ അയലയാണ് ഇവിടെ ഫ്രൈ ചെയ്യാൻ എടുത്തേക്കുന്നത്. നമ്മൾ ഇതേപോലെ ഇലയിൽ അയല എടുക്കാം, പിന്നെ മത്തി എടുക്കാം, അതേപോലെ കിളിമീനും എടുക്കാം കേട്ടോ. ഈ 3 മീനുകളെ ഞാൻ ചെയ്തിട്ടുള്ളത്. ബാക്കി ചൂര കേരയൊക്കെ ചെയ്തെടുക്കുന്നത് അത്ര നല്ലതല്ല. അത് എണ്ണയ്ക്കകത്ത് തന്നെ വറുത്തെടുക്കുന്നത് നല്ലത്. അപ്പോൾ ഇതേപോലത്തുള്ള മീനുകളൊന്ന് വറുത്തെടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം വരഞ്ഞെടുക്കുകയാണ്. എല്ലാ മീനുകളും ഞാൻ വരഞ്ഞെടുത്തു. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ച് വെച്ചതാണ്. അത് 1.5 ടീസ്പൂണ് അതും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടിത് പുരട്ടി വെക്കണം. ഒരു 8-10 മിനിറ്റ് പുരട്ടി വെക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് നുറുക്കിയിട്ട് ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് നമ്മുടെ മീനിലേക്ക് പിടിക്കും. നന്നായിട്ട് പുരട്ടി വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലകളൊക്കെ ആ മീനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് പുരട്ടി ഒരു 10 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞാൻ ഓരോന്നായിട്ടെടുത്ത് ഇലയിൽ പൊതിഞ്ഞ് ഒന്ന് ടൈ ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ഒരു വലിയ ഇലയ്ക്കകത്ത് എല്ലാം കൂടി നമുക്ക് വറുത്തെടുക്കാം. പക്ഷേ അത് നമുക്ക് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതേപോലെ വാഴയിലയ്ക്കകത്ത് പൊതിഞ്ഞിട്ട് കെട്ടി വെക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് സൗകര്യമാണ്, തിരിച്ച് മറിച്ചിടാനൊക്കെ സൗകര്യമായിരിക്കും. ഇതേപോലെ കെട്ടി വെക്കുകയാണ്. ഇതേപോലെ കെട്ടി വെച്ചാൽ വാഴയില അഴിഞ്ഞു പോകത്തില്ല, അതേപോലെ ഇരുന്നോളും. അടുത്ത മീനും ഇതേപോലെ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ 4 മീനാണ് ഞാൻ പൊതിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഉച്ചത്തേക്ക് മാത്രമായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ചൂടോടെ കഴിക്കുന്നതാണ് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന മീനുകളൊക്കെ നല്ലത്. അപ്പോൾ ഞാനിതെല്ലാം വറുത്തെടുക്കാൻ വേണ്ടി ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചില്ലെങ്കിലുണ്ടല്ലോ ഇല പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചത്. എന്നിട്ട് ഇത് വറുക്കാൻ വെക്കാം. ഇതെല്ലാം വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പം മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും, അതിനാണ് മൂടി വെക്കുന്നത്. ഒരു 5 മിനിറ്റിന് ശേഷം മൂടി മാറ്റിയിട്ട് നമുക്കിത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു പഴയ പാൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം പാനിൻ്റെ കോട്ടിങ് പെട്ടെന്ന് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഴയ പാൻ എടുക്കാൻ നോക്കുക. അപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ടു. നമ്മളിത് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം ഇലയിലായതുകൊണ്ട് നമ്മൾ മൂത്ത് കിട്ടത്തില്ല പുറം ഭാഗം. അതുകൊണ്ട് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് മൂപ്പിച്ച് എടുത്താൽ മതി. ഇങ്ങനെ ഇലയിൽ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ, എത്രത്തോളം ലോ ഫ്ലെയിമിലിടാവോ അത്രത്തോളം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇല പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് തുറന്ന് നോക്കട്ടെ. ഇത് തുറക്കുമ്പോൾ തന്നെ മീൻ വറുത്ത് നല്ല സ്മെല്ലാട്ടോ, നല്ല മണമാണ്. തിന്നാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. എണ്ണയിൽ വറുക്കുന്നതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ നോക്കുക, അതാണ് നല്ലത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്